ചേട്ടാ 2022 നടന്ന ഒരു വലിയൊരു കേസായിരുന്നു കുളച്ചൽ ലഹരി കേസ്. ആ സമയത്ത് ഭയങ്കര വിവാദമായിരുന്ന ഒരു കേസും കൂടിയാണത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഇത് 2022 ഈ കന്യാകുമാരി കുളച്ചലിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗഞ്ചാ കേസാണ്. ഗഞ്ചാ കേസ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന് കുളച്ചലിൽ ഉണ്ടായതും ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഉണ്ടായതുമായ രണ്ട് കേസുകൾ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഈ രണ്ട് ഗഞ്ചാ കേസുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടംപോലെ ഗഞ്ചാവിന്റെ കച്ചവടം ഇഷ്ടം പോലെ നടക്കുന്ന ഒരു നാടാണ്. നാടെന്നല്ല, ഈ രാജ്യം ഇഷ്ടം പോലെ കഞ്ചാവിന്റെ ഉപയോഗം നടക്കുന്നുണ്ട്. ഇവിടെയും കേരളത്തിൽ ഇഷ്ടം പോലെ ഉപയോഗം ഇത് കാര്യമായി നടക്കുകയും ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് യഥേഷ്ടം അത് വരികയും അതിൻ്റെ ഉപയോഗം നടക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള കേസായിരുന്നു കുളച്ചൽ കഞ്ചാവ് കേസ്. കുളച്ചൽ കഞ്ചാവ് കേസ് എന്ന് പറയുന്നത് കുളച്ചലിലെ ഒരു വിമൻസ് കോളേജ്, ആ വിമൻസ് കോളേജിൽ പഠിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥിനി. ഈ വിദ്യാർത്ഥിനി താമസിക്കുന്നത് കോളേജ് ഹോസ്റ്റലല്ല, മറിച്ച് ആ പെൺകുട്ടി താമസിക്കുന്നത് ഈ കുളച്ചിൽ തന്നെയുള്ള ഒരു 3 നില കെട്ടിടത്തിലെ ഒരു അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്കെടുത്ത് ഈ കുട്ടി അവിടെ താമസിക്കുകയാണ്. ഒറ്റയ്ക്കാണ് ഈ കുട്ടി അവിടെ താമസിക്കുന്നത്. ഇതിന്റെ വീട്ടുകാരും അറിഞ്ഞിട്ടില്ല ഈ കുട്ടി ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. ഈ കുട്ടി ഹോസ്റ്റലിൽ താമസിക്കുന്നു എന്ന ധാരണയിലാണ് അവരുടെ വീട്ടുകാരുള്ളത്. ഈ വീട്ടുകാർ ഈ കുട്ടിയെ അന്വേഷിച്ച് കാണാനൊക്കെ എത്തുന്ന സമയത്ത് സുഹൃത്തുക്കളുടെ റൂമിലൊക്കെ കയറി ഈ താഴെ വന്ന്, അതായത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വരുന്ന രീതിയിലൊക്കെ ഇറങ്ങി വന്ന് വീട്ടുകാരെ പറ്റിച്ച് കുട്ടി ഇങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു, അവന്റെ പേര് അജിൻ എന്നായിരുന്നു. ഈ അജിൻ എന്ന് പറയുന്നത്, കാമുകൻ എന്നൊക്കെ പറഞ്ഞാലും ആളൊരു മാന്യനാണ്. കാമുകൻ മാന്യനൊക്കെയാണ്, കാമുകൻ ഒരു തെറ്റൊന്നുമല്ലല്ലോ. ഞാൻ പറഞ്ഞത് അജിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് ഈ കഞ്ചാവിന്റെ ഉപയോഗം, ലഹരി ഉപയോഗമൊന്നും ഇല്ലാത്ത ഒരു പയ്യനാണ് ഈ അജിൻ. അപ്പോൾ ഈ അജിൻ ഇവരുമായി പ്രണയത്തിലാവുന്നു. അങ്ങനെ ഈ പ്രണയബന്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ ഈ കുട്ടി മറ്റ് ചിലരുമായി ബന്ധം സ്ഥാപിക്കുന്നു. മറ്റു ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ചില ഈ കഞ്ചാവൊക്കെ വലിക്കുന്ന ആൾക്കാരുമായിട്ട് അവര് ഇവിടേക്ക് വരുന്നു, ഈ കുട്ടിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. അവരും ഈ കുട്ടിയുമായിട്ട് ഒരുമിച്ചിരുന്ന് കഞ്ചാവ് വലിയാവുന്നു. പിന്നീട് അവരിൽ നിന്നും കഞ്ചാവ് ഈ കുട്ടി വാങ്ങി തുടങ്ങുന്നു. ഈ വാങ്ങി തുടങ്ങിയ ശേഷം പിന്നീട് ഈ കുട്ടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വിമൻസ് കോളേജിലെ പെൺകുട്ടികളെ, ഇതിന്റെ സുഹൃത്തുക്കളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ജോയിന്റ് ആയിട്ടിരുന്ന്, ജോയിന്റ് പാർട്ടി എന്ന് പറയും. നമ്മൾ ജോയിന്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ചുള്ള ഇത് അങ്ങനെയല്ല, ജോയിന്റ് പാർട്ടി, അവരെ ജോയിന്റ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടികൾ ഈ അപ്പാർട്ട്മെന്റിൽ സംഘടിപ്പിച്ചു തുടങ്ങി. അതായത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരുന്ന് കഞ്ചാവ് വലിക്കുക എന്നുള്ള പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ ഈ അജിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ സംഭവം അറിഞ്ഞു തുടങ്ങി. ഈ കുട്ടിയെ അവൻ പലതവണ വാൺ ചെയ്തു. പലതവണ ഈ കുട്ടിയെ അബോധാവസ്ഥയിൽ ഇവൻ കാണുകയുണ്ടായി. ഇവൻ ഈ കുട്ടിയെ അവിടെ തേടി ചെന്ന്, ഈ കുട്ടിയെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ ആവുന്നതോടുകൂടി ഈ അജിൻ അവിടെ തേടി ചെല്ലുമ്പോൾ ഈ കുട്ടി ബോധമില്ലാതെ പല ദിവസവും അവിടെ കിടക്കുകയാണ്. ആദ്യമൊന്നും ഈ അജിൻ അത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് പതിയെ ഈ കുട്ടിയുടെ സ്വഭാവത്തിലുള്ള മാറ്റവും ഈ പെരുമാറ്റ രീതിയും വിളിക്കുമ്പോഴുള്ള സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ ഈ അജിൻ അത് മനസ്സിലായി തുടങ്ങി. അങ്ങനെയാണ് ഇയാൾ ഇത് വാൺ ചെയ്യുന്നത്. നീ ഇത് ഉപയോഗിക്കരുത് എന്നൊക്കെയുള്ള വാണിംഗ് ഈ അജിൻ കൊടുത്തു. പക്ഷേ ഈ കുട്ടി കേൾക്കാതെ വീണ്ടും ഇതുപോലെ തന്നെ വേറെ പെൺകുട്ടികളെയും വിളിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ ഉപയോഗം, പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ഉപയോഗവും അതിനുശേഷമുള്ള ശാരീരിക ബന്ധവും, ഇതാണ് അവിടെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം പുലർച്ചെ ഈ അജിൻ ഈ കുട്ടിയെ വിളിച്ചപ്പോൾ ഈ ഫോൺ എടുത്തത് ആ റൂമിലുണ്ടായിരുന്ന ഒരു പയ്യനാണ്. ആ പയ്യൻ ഫോൺ എടുത്തപ്പോൾ ഈ പറയുന്ന അപ്പാർട്ട്മെന്റിനകത്ത് വലിയ പാർട്ടി നടക്കുന്നു എന്ന് പലർക്കും ബോധമില്ലാതെ ഇരിക്കുകയാണെന്നും ഈ അജിന് മനസ്സിലായി. അങ്ങനെ ഈ അജിൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുലർച്ചെ തന്നെ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇവൻ ഈ മതിൽ ചാടി കടന്നു. ഈ കെട്ടിടത്തിന്റെ മതിൽ ചാടി കടന്ന് ഇതിന്റെ മുകളിലേക്ക് ഇവൻ വലിഞ്ഞു കയറി, 2ാമത്തെ നിലയിലേക്ക് വലിഞ്ഞു കയറി. ആ അപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ ഈ കുട്ടി ബോധമില്ലാതെ കിടക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ഒരു വല്ലാത്ത അവസ്ഥയിൽ, അർത്ഥബോധാവസ്ഥ എന്ന് പറയും, ലഹരിയിൽ, ഉന്മാദത്തിൽ നിൽക്കുകയാണ്. ഈ അജിൻ ഈ ഫ്ലാറ്റ് ആകെ തല്ലിപ്പൊളിച്ചവൻ, അടിച്ചു പൊളിച്ചു എന്ന് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ തന്നെ അവൻ അവിടെ നിന്നും അടിച്ചു പൊളിച്ചു. പലരും വസ്ത്രം വരെ പുറത്തിറങ്ങിയാണ് ഇട്ടതെന്നാണ് അന്ന് കേട്ടിരുന്ന കഥ. പലരും ഈ അടി കൊണ്ട് ഓടിയ പലരും, ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പലരും ഉന്മാദാവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇവരെ അടിക്കുന്നത് കണ്ട് തടയാൻ വന്ന ഈ പെൺകുട്ടിയുടെ തല ഈ അജിൻ അടിച്ചു പൊട്ടിച്ചു. അങ്ങനെ അടിച്ചു പൊട്ടിച്ചു. അതിനുശേഷം ബാക്കിയുള്ളവരെയെല്ലാം അടിച്ചോടിച്ച ശേഷം ഈ അജിൻ അവിടെ നിന്നും പോവുകയും ചെയ്തു. പരിക്കേറ്റ ഈ പെൺകുട്ടിയെ ഇവരുടെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. കുളച്ചലിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഇത് എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് വീണ് പരിക്കേറ്റു എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഇഞ്ചുറി കണ്ടപ്പോൾ പോലീസിന് സംശയം തോന്നി. മാത്രമല്ല ഈ കൂടെ നിൽക്കുന്നവരുടെയൊക്കെ ഒരു അവസ്ഥ കണ്ടപ്പോൾ
പോലീസിന് കാര്യമായ സംശയം ആശുപത്രി അധികൃതർക്ക് കാര്യമായിട്ട് സംശയം തോന്നി. അങ്ങനെ അവർ നേരെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്നെത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എൻ്റെ കാമുകൻ എൻ്റെ തല അടിച്ച് തകർത്തതാണ്, വീട്ടിൽ സുഹൃത്തുക്കൾ വരുന്നത് ചോദ്യം ചെയ്തുകൊണ്ട് വന്ന അയാൾ എൻ്റെ തല അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതായിരുന്നു. പോലീസ് പിന്നാലെ ഒരു പെൺകുട്ടിയാണ്, പെൺകുട്ടിയുടെ തല അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു, ഈ കുട്ടി മൈനറാണ്. അങ്ങനെ പോലീസ് ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതിനിടെയാണ് ഒരു പെൺകുട്ടിയുടെ മാതാവ് ഈ കുളച്ചലിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാൻ വേണ്ടി എത്തുന്നത്. ആ ഓഡിയോ ഞാൻ കുറച്ചു മുമ്പേ കുട്ടിയെ കേൾപ്പിച്ചത്. ആ മാതാവ് ഒരു ഓഡിയോ ഈ കുളച്ചൽ പോലീസിനെ കേൾപ്പിച്ചു. ആ കുളച്ചൽ പോലീസിനെ കേൾപ്പിച്ച ഓഡിയോയിലുള്ളത് ഒരു തമിഴ് പെൺകുട്ടിയുടെ ഓഡിയോ ആണ്, അവരുടെ മകളുടെ ഓഡിയോ ആണ്. ആ ഓഡിയോയിൽ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഈ മാതാവിനോട് പറയുകയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ലായിരുന്നു അവിടെ ആൺകുട്ടികൾ ഉണ്ട് എന്ന്. അതറിയാതെയാണ് എൻജോയ് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ഒരുമിച്ച് എൻജോയ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഇവർക്ക് കുടിപ്പഴക്കം, അതായത് കള്ളു കുടിക്കുന്ന ശീലമുണ്ട് എന്ന് എനിക്ക് അറിയുള്ളായിരുന്നു, പക്ഷെ ഇതിൻ്റെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇതൊന്നും അറിയാതെയാണ് ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോഴാണ് ഇത്രയധികം പുരുഷന്മാർ അവിടെ ഉണ്ട് എന്ന് താൻ അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞ് കരയാണ് ആ കുട്ടി. ഈ ഓഡിയോ കുളച്ചൽ പോലീസിനെ കേൾപ്പിച്ചു. പോലീസിനെ കേൾപ്പിച്ചപ്പോഴാണ് പോലീസിന് ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ, അതായത് ഈ അജിൻ തലയടിച്ചു പൊട്ടിച്ചതിൽ അയാൾക്ക് എന്തായാലും ഇതിരെ കേസുണ്ട്, പക്ഷേ അയാൾ എന്തുകൊണ്ട് അടിച്ചു പൊട്ടിച്ചു എന്നതിൻ്റെ കാരണം ഈ കഞ്ചാവ് ഉപയോഗവും ഈ ജോയിൻ്റ് ആയിട്ടുള്ള, അതായത് എന്താ പറയുക, ഈ ഒരുമിച്ചുള്ള സെക്സ് എന്ന് പറയുന്ന പരിപാടി, എല്ലാവരും തമ്മിൽ ഒരുമിച്ച് ഒരേ റൂമിലുള്ള സെക്സ് എന്നുള്ള പരിപാടിയുമൊക്കെയാണ് എന്ന് പോലീസ് അറിയുന്നത്. അങ്ങനെ പോലീസ് ഇതിൽ ആക്ഷൻ എടുത്തു തുടങ്ങി. പോലീസ് ആക്ഷൻ എടുത്തപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം, പ്രതികളും മൈനറാണ്, ഈ പറയുന്ന ഇരകളും മൈനറാണ്. അതോടുകൂടി പോലീസ് ആ അപ്പാർട്ട്മെന്റ് പൂട്ടി. ഈ കുട്ടികൾക്കെല്ലാം കൗൺസിലിംഗ് നൽകാനും വീട്ടുകാരെ വിളിച്ചു വരുത്തി കാര്യം അറിയിക്കാനും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാരെ വിളിച്ചു വരുത്തി കാര്യം പറയുകയും ഇവർക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്തു. പിന്നീടുള്ള പരിശോധനയിൽ ഇവർക്ക് കഞ്ചാവ് എത്തിച്ചിരുന്ന ആരാണ് എന്നുള്ള പരിശോധന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുക. അന്ന് കുളച്ചൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന ഈ ഷാജി, അനീഷ്, നിജോലിൻ എന്നിങ്ങനെ 3 പേരെ ആ സമയത്ത് അന്ന് പിടികൂടുകയുണ്ടായി. അതേ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ നടന്ന കേസാണ് നമ്മുടെ ദേശാഭിമാനി റോഡിൽ നടന്ന കേസ്. ദേശാഭിമാനി റോഡിൽ ഒരു കാറ് ഒരു വഴിയാത്രക്കാരനെ ഇടിക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്തു. ഈ കാറ് നിർത്താതെ പോയി. ആ നിർത്താതെ പോയ കാറിൽ കുറേ ദൂരം ചെന്ന ശേഷം ആ കാറൊന്ന് ഈ അപകടത്തിൽ നിന്നും കുറേ ദൂരം ചെന്ന ശേഷം ഈ കാറ് നിർത്തി. ആ നിർത്തിയപ്പോൾ ഈ കാറിൽ നിന്ന് 2 ഈ എറണാകുളത്തെ ഗേൾസ് സ്കൂളിലെ 2 പെൺകുട്ടികൾ അവർ ആ വാഹനത്തിൽ നിന്നും ഇറങ്ങി. 2 പേരും യൂണിഫോം ആയിരുന്നു. ഈ 2 പെൺകുട്ടികളെയും പോലീസ് പിന്നീട് കണ്ടെത്തി ഇവരുടെ വൈദ്യപരിശോധന നടത്തി. വൈദ്യപരിശോധനയിൽ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി. മാത്രമല്ല ഇവർ സെക്ഷൽ അസോൾട്ട്, ഈ ശാരീരികമായ ചൂഷണം നടന്നിട്ടുണ്ട് എന്നും പോലീസിന് മനസ്സിലായി. അങ്ങനെ ഈ ഇതിലുണ്ടായിരുന്ന 2 പേരെയും കണ്ടെത്തി അവന്മാർക്കെതിരെ പോക്സോ കേസ് അന്ന് എടുക്കുകയും ചെയ്തു. ആ വാഹനത്തിനുള്ളിലും കഞ്ചാവ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ കഞ്ചാവ് ഉപയോഗിച്ച് പോകവെയാണ് ആ പാവം മനുഷ്യനെ റോഡിൽ ഇവർ ഇടിച്ചു കൊലപ്പെടുത്തുകയും അന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. അതിലെ ഒരു കുട്ടിയാണ് നമ്മുടെ എറണാകുളത്തെ പോലീസ് സ്റ്റേഷനിൽ തൻ്റെ ഈ പറയുന്ന പോലെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തവേ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയുടെ അമ്മയെ അന്ന് അടിച്ചു. കാര്യം ഇത് കിട്ടാതായതോടുകൂടി ഈ കുട്ടി വയലൻ്റായി. വീട്ടിലെ പുസ്തകങ്ങളൊക്കെ വലിച്ചു കീറിയിട്ടാണ് ആ കുട്ടിയെന്ന് എറണാകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അതൊരു വേറൊരു കഥയാണ്, അത് പിന്നീട് ഒരു ദിവസം പറയാം. ശരി.